ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തന പുസ്തകം 80-ാം സങ്കീർത്തനമാണല്ലോ നാം വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. 80-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് അസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അസാഫിൻ്റെ സങ്കീർത്തനങ്ങൾ പലതും പ്രവചനീയമായ പുസ്തകങ്ങളായിരുന്നു എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അസാഫിൻ്റെ ജീവിത കാലയളവിൽ തൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ജനവുമായിട്ടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പലവിധമാകുന്ന അവസ്ഥകളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഭാഗമാണ് 80-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ഇവിടെ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ഭാഗം, അവിടെ 3 വിധമാകുന്ന ഭാഗങ്ങൾ കാണുവാൻ സാധിക്കും. ഒന്നാമത്തത്, അവർ ദൈവത്തോട് നിലവിളിക്കുന്നത് ദ പ്രീ എക്സ്പീരിയൻസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപത്തെ കാലഘട്ടം, പ്രീ എക്സ്പീരിയൻസ്, നേരത്തെയുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒന്നാമത്തതായ ആ അനുഭവങ്ങളെ ഓർക്കുന്ന ഒരു സങ്കീർത്തനമാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദ പ്രസന്റ് കണ്ടീഷൻ ഓഫ് ഇസ്രായേൽ, ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ കണ്ടീഷൻ, ആ കണ്ടീഷനും ഇവിടെ ഓർക്കുന്ന അനുഭവങ്ങളെ കാണുവാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് വാണ്ട് ടു ചേഞ്ച് അല്ലിയ സ്തോത്രം അല്ലിയ പീപ്പിൾ ഓഫ് ഇസ്രായേൽ, അതായത് അവരുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ജനങ്ങൾ. അപ്പോൾ 3 ഭാഗമാണ് ഈ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമത്തേത് തൻ്റെ ജീവിതത്തിലുള്ളതായ പ്രീ എക്സ്പീരിയൻസ് ഓഫ് ഇസ്രായേൽ പീപ്പിൾ, ഇസ്രായേൽ ജനതയുടെ നേരത്തെ അനുഭവങ്ങൾ, എങ്ങനെയാണ് ദൈവം നടത്തിയ വിധങ്ങൾ, എങ്ങനെയൊക്കെയാണ് അവർ ജീവിതം നടത്തിയത്, ഇതൊക്കെ ഓർക്കുന്ന ഒരു ഭക്തനെ അവിടെ കാണുവാൻ സാധിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോഴത്തെ കണ്ടീഷൻ മനസ്സിലായി, ഞാൻ എത്രത്തോളം ദൈവസന്നിധിയിലാണ്, ഞാൻ എങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവം കഴിഞ്ഞ നാളുകൾ ചെയ്ത ഉപകാരത്തിന് ഒത്തവണ്ണം നാം ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ള അനുഭവങ്ങളെ പറ്റി ചിന്തിക്കുകയാണ്. അവസാനത് മാത്രമല്ല, 3-ാമത്തെ ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് ഇസ്രായേൽ ജനത ആഗ്രഹിക്കുന്ന വിഷയമാണ്, കർത്താവേ, വി വാണ്ട് ചേഞ്ച്, എൻ്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ആവശ്യമാണ്, അതിന് ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ 3 ഭാഗങ്ങൾ ഈ പ്രാർത്ഥനാ വിഷയത്തിൽ കാണും. ഒരു കാര്യം ഓർക്കണം, ഒരു ദൈവഭക്തൻ ദൈവസന്നിധി ഇരുന്നപ്പോഴാണ് ഈ സാഹചര്യങ്ങളെല്ലാം ഓർമ്മിക്കുന്നത്. ഇവിടെ 1-ാമത്തെ ഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണും, ഇസ്രായേൽ ജനത നടത്തിയ ഒരു വിധം അതെങ്ങനെയായിരുന്നു. നമ്മളൊന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ അതിൻ്റെ 80-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിച്ച് എങ്ങനെയാണ് ഇസ്രായേൽ ജനം നടത്തിയെന്ന് ഓർക്കുവാനിടയായിത്തീരുന്നു. മതി. 1-ാമത്തെ കാര്യം, ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനതയെ ഒരാട്ടിൻകൂട്ടത്തെ പോലെ നടത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇതെപ്പോഴാ മനസ്സിലായത്? ദൈനംദിന ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ മനസ്സിലായിരുന്നില്ല. പക്ഷെ ദൈവസന്നിധിയിൽ വന്നപ്പോൾ പരാജയങ്ങൾ ഒത്തിരി സംഭവിച്ചു. ഇനി എന്തു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത്, കർത്താവേ, ഞാൻ പരാജയപ്പെട്ടു, ഇനി ഇസ്രായേൽ ജനത്തിന് ഒരു യഥാസ്ഥാനമുണ്ടോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ദൈവസന്നിധി വന്ന ഭക്തൻ പറയും, കഴിഞ്ഞ നാളുകളിൽ എന്നെ നടത്തിയത് ഒരാട്ടിൻകൂട്ടത്തെ പോലെ ഇസ്രായേൽ ജനത്തെ നടത്തിയ ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. അടുത്ത മാത്രമല്ല, അടുത്ത വാക്യം എന്താണ്? ഇടയനെ പോലെ. അടുത്ത വാക്യം എന്താണ്? വായിച്ചേ. അടുത്ത 2-ാമത്തെ ഭാഗം പറഞ്ഞ് ഇസ്രായേലിന്റെ ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തുക മാത്രമല്ല, ആട്ടിൻകൂട്ടം മാത്രമായിട്ട് ഇസ്രായേൽ ജനങ്ങൾക്കുമല്ല, ദൈവം ഒരു നല്ല ഇടയനായി വെളിപ്പെടുവാനിടയായി തീർന്നു. അതാണ് 23 സംഖ്യത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു. ആ 23-ാം സംഖ്യത്തിൽ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴും ഇസ്രായേൽ ജനത എങ്ങനെയാണ് ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ ഒരു ഇടയനായി നിന്നുകൊണ്ട് നന്നായി നടത്തി എന്ന് വ്യക്തമായി വെളിപ്പെടുത്തുവാനിടയായി തീരുന്നു. എന്നാൽ അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. അടുത്ത വാക്യം കൂടെ. ഇവിടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവഭക്തൻ പിന്നെ ഓർമ്മിക്കുകയാണ് ദൈവത്തിന്റെ മഹത്വം എത്രയാണ്. അവരുടെ ജീവിതത്തിൽ പരിപാലിച്ചത് മാത്രമല്ല, ആ പരിപാലിച്ച കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മഹത്വം എത്രയായിരുന്നു എന്നും ഇവിടെ വ്യക്തമായി കാണിക്കുന്നു. അത് മാത്രമല്ല, ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിയുന്നു. അവസാന ഭാഗം എന്താണ്? അടുത്ത വാക്യം. മതി. ഇവിടെ ഇസ്രായേൽ ജനത്തിനിടയിൽ വീര്യപ്രവർത്തികളും അത്ഭുത പ്രവർത്തികളും കൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ നടത്തി എന്ന്
വ്യക്തമായി ഓർമ്മിക്കുന്ന സാഹചര്യം എവിടെയാ? ദൈവസന്നിധിയിൽ വന്നപ്പോൾ. ഇവിടെ ഞാൻ ഈ ഭാഗം, ദൈവാത്മാവ് എന്നോട് സംസാരിച്ചൊരു ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെ ദൈവമക്കൾ എന്നുള്ള പേരിൽ നമ്മൾ ഇങ്ങനെ പോയാൽ ഈ വക കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ എപ്പോഴാണോ ഒരു ദൈവസന്നിധിയിൽ ഒരു ദൈവഭക്തൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചത്, ഒന്നുകൂടെ പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിച്ചത്, അപ്പോൾ തൻ്റെ ജീവിതത്തിൽ മനസ്സിലായി, കർത്താവേ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം എന്നെ നടത്തിയ ദൈവമാണ്. രണ്ടാമത്തെ ഭാഗത്തിൽ തൻ്റെ ജീവിതത്തെ പരാജയങ്ങളെ കാണുവാൻ സാധിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ, പ്രസന്റ് കണ്ടീഷൻ, പരാജയം കാണും. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ എടുത്തു. ദൈവം തന്നെ തന്നോടുകൂടെ അകന്നുപോയ സാഹചര്യമാണ്. അതിൻ്റെ അല്ലെ സ്തോത്രം, അതിൻ്റെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ അല്ലെ സ്തോത്രം 6ാമത്തെ വാക്യം വായിച്ചേ. 6ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത 4ാമത്തെ വാക്യം കൂടെ വായിച്ചേ. 4ാമത്തെ വാക്യം. മതി. ഇവിടെ 4 മുതൽ അതിൻ്റെ 6 വരെ 4 to 6 വേർഡ്സ് നമ്മോട് സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അത്രത്തോളം ഒരു ഇടയനെ പോലെ നടത്തിയ ദൈവം, ഒരു ഇടയനെ പോലെ, ആടുകളെ പോലെ ഇസ്രായേൽ ജനത്തെ നടത്തിയ ദൈവം ഇപ്പോൾ അടുത്ത അവസ്ഥ എന്തുവാ? ഭക്തൻ പറയുന്നത് എന്തുവാ? കർത്താവേ, എന്നെ എന്തിന് ദൈവം മറന്നു കളഞ്ഞു? അപ്പോൾ എൻ്റെ അർത്ഥം എന്തുവാ? ദൈവസന്നിധിയിൽ വന്നപ്പോൾ മനസ്സിലായി, എന്നെ ദൈവം മറന്നു കളഞ്ഞിട്ട് നാളുകളായി. അപ്പൊ ഇത്രയും ദിവസം ആരാധിച്ചതോ, ഇത്രയും ദിവസം ഓടിയതോ, അധ്വാനിച്ചതോ വൃഥയാണെന്ന് മനസ്സിലാക്കി. ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സ്വന്തം ജനമായി വിളിച്ചു വേദനിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ പറയുന്നത്? ദൈവം മറന്നു കളഞ്ഞ അനുഭവം, കൈമലർത്തിക്കളഞ്ഞു സാഹചര്യം. പക്ഷെ ഇപ്പോഴും ഒരു കാര്യം ഓർക്കണം, ഒരു ദൈവഭക്തൻ ദൈവസന്നിധിയിൽ വന്നപ്പോഴാ മനസ്സിലാകുന്നേ, ഞാൻ ഇന്നയാളായിരുന്നു എന്ന്. സാധാരണ രീതിയിൽ ഒരു ദൈവമകനെ സംബന്ധിച്ച് സാധാരണ ജീവിതത്തിൽ പോകുമ്പോൾ നാം വിചാരിക്കും നമ്മുടെ ജീവിതം വളരെ ദൈവസന്നിധി വിശ്വസ്തയോട്, വിശുദ്ധിയോട്, വേർപാടും നമ്മൾ നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ, നമ്മൾ അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഒരു നിമിഷം ദൈവാത്മാവ് ഒന്ന് നിൽക്കാമോ, നമ്മൾ നിൽക്കാമോ? നിന്നിട്ട് ദൈവത്തോട് ചോദിക്കാൻ, കർത്താവേ, ഞാൻ നിന്റെ ദൈവസന്നിധി എത്രത്തോളം ഞാൻ ആരാധിക്കുന്നു, ഞാൻ ഇന്ന് നിൽക്കുന്നത് എവിടെയാണ്? കഴിഞ്ഞ ആഴ്ച വ്യക്തമായി ദൈവദാസൻ പറഞ്ഞ ഭാഗം ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർക്കുവാനിടയായി തീർന്നു. എന്താ പറഞ്ഞത്? ലവോദിക്ക സഭയെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരുന്നേ? അവർ സ്വയമായിട്ട് എന്തുവാ പ്രൊക്ലെയിം ചെയ്യുന്നത്, പ്രഖ്യാപിച്ചിരുന്നത് എന്തുവാ? എന്തൊക്കെ പറയുന്നത്? ഞാന് ഒരു ധനവാനാണ്. ലവോദിക്ക സഭ, they are things like that. I am a rich person. ഞാനൊരു ധനവാനാണ്. അതുമാത്രമല്ല, ഹല്ലേലൂയ സ്തോത്രം, ഇൻക്രീസ്ഡ് വിത്ത് ഗുഡ്സ്, നന്മകളാൽ നിറഞ്ഞിരിക്കുന്ന അനുഭവമാണ്. അതുമാത്രമല്ല, എനിക്ക് മറ്റൊരു ആവശ്യങ്ങളുമില്ല. ഐ ഹാവ് നീഡ് ഓഫ് നത്തിങ്. എനിക്കൊരു ആവശ്യങ്ങളുടെ മേലുള്ള ആവശ്യം എന്തില്ല, എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് സ്വയമായി ലവോദിക്ക സഭ പറയുന്നു. പക്ഷേ ദൈവം അവനെ ഒന്ന് നോക്കിയപ്പോൾ, ലവോദിക്ക സഭയെ നോക്കിയപ്പോൾ, കർത്താവ് നോക്കിയപ്പോൾ പറയുന്നത് എന്തുവാണ്? അവനൊരു നികൃഷ്ടനായ, റേച്ചേർഡ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നികൃഷ്ടനായ. അതുമാത്രമല്ല, മിസറബിൾ എന്ന് പറഞ്ഞെന്തുവാ? അവന്റെ അവസ്ഥ വളരെ ദയനീയമാണ്, പരിതാപകരമാണ്. അതുമാത്രമല്ല, ദൈവം അവർ സ്വയമായി പറയുന്നു, ഐ ആം എ റിച്ച് പേഴ്സൺ എന്ന് പറയുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? യു ആർ എ പുവർ പീപ്പിൾ. നിങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ധനവാൻ എന്ന് പറഞ്ഞാലും എന്താണ്? നിങ്ങൾ ദരിദ്രരാണ്. അതുമാത്രമല്ല, ലാസ്റ്റ് എന്ത് പറയുന്നത്? അല്ലെങ്കിൽ സ്തോത്രം, യു ആർ എ ബ്ലൈൻഡ് പീപ്പിൾ. നിങ്ങൾ അന്ധരാണ്. അതുമാത്രമല്ല, യു ആർ എ നേക്കഡ് പേഴ്സൺ. ഒന്നുമില്ലാത്തവനാണ്. അപ്പൊ എന്തൊക്കെ ഉണ്ടെന്നും ഐ ആം എ റിച്ച് പേഴ്സൺ, അതുമാത്രമല്ല ഇൻക്രീസ് വിത്ത് ഗുഡ്സ്, എല്ലാ നന്മകളാലും ഞാൻ നിറഞ്ഞവനാണ് എന്ന് പറയുമ്പോഴും കർത്താവ് അവരെ നോക്കിയപ്പോൾ എന്തോ പറയുന്നേ? നത്തിങ്. ഇത് എപ്പോഴാ മനസ്സിലാകുന്നതെന്നറിയാമോ? ഒരു വ്യക്തിക്ക് എപ്പോഴാ ഇത് മനസ്സിലാകണമെന്നറിയാമോ? ഒരു സാധാരണ ജീവിതം നയിക്കുമ്പോൾ, ഒരു പാസ്റ്ററായി, അല്ലെങ്കിൽ വിശ്വാസിയായി, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ മകനായി, അല്ലെങ്കിൽ വിശ്വാസിയുടെ മക്കളായി ഒരു സാധാരണ ജീവിതം നയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ എല്ലാമാണെന്ന് ചിന്തയിൽ നടക്കുവാനിടയായിത്തീരും. പക്ഷേ ദൈവാത്മാവ് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി പരിശുദ്ധം പറയുന്നു, ഞാൻ ഏതു സാഹചര്യം നിൽക്കുന്നു, കർത്താവിനോട് കൂടെയുണ്ടോ?
ഞാൻ ദൈവസന്നിധിയിൽ ദരിദ്രനാണോ അതോ സമ്പന്നനാണോ? ഞാൻ ദൈവസന്നിധിയിൽ കർത്താവേ നാളുകളായി ദൈവാത്മാവ് പലരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്നാ കാര്യം എന്നറിയാമോ? ഒന്ന്, ദൈവസന്നിധി മുഴങ്കാൽ മടക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോടും പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ഒന്നൊന്ന് നിന്ന് ദൈവസന്നിധി മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ താങ്കളോട് സംസാരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവത്തെ നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്. പലപ്പോഴും നമ്മുടെ ചുവരുകൾക്കകത്ത് നിന്നുകൊണ്ട്, റൂമിന്റെ അകത്ത് വന്നു നിന്ന് പോലും ദൈവത്തിന് താങ്കളോട് സംസാരിക്കുവാൻ പലവട്ടം ആഗ്രഹിച്ചിട്ടും ജീവിതത്തിന്റെ പല മേഖലകളിൽ നന്മകളുടെയും പലവിധമാകുന്ന സാമ്പത്തികമായ വിഷയങ്ങളുടെ ഒക്കെ ബാക്കിലോട്ട് പോകുമ്പോൾ ഓർക്കണം, കർത്താവ് എന്നോടുകൂടെ ഉണ്ടോ എന്നുള്ള ചിന്ത അത് നമ്മെ ഭരിച്ചില്ല എങ്കിൽ ഓർക്കണം, ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ചില വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഒരുപക്ഷെ ജീവിതത്തിൽ എല്ലാ നന്മകളും കിട്ടുമായിരിക്കാം, നല്ല ജോലി കിട്ടുമായിരിക്കാം, നല്ല രാജ്യങ്ങൾ പാർക്കുമായിരിക്കാം, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുമായിരിക്കാം. പക്ഷേ ഒന്ന് ആലോചിച്ചു വേണം, കർത്താവേ, ഞാൻ സമ്പന്നനായി നിൽക്കുമ്പോൾ തന്നെ, നല്ല ആരോഗ്യമുള്ളവനായി നിൽക്കുമ്പോൾ കർത്താവ്, ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയുന്നൊരു സാഹചര്യമാണ്, നമ്മെ പോലെ ദൈവത്തെ ആരാധിക്കേണ്ടവർ, ദൈവത്തെ സ്തുതിക്കേണ്ടവർ പലരും പലവിധമാകുന്ന പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദൗത്യം എന്നറിയാമോ? ഒന്ന്, അവരെക്കാളും എന്നുള്ളതിനേക്കാളും എത്രയും അധികം പ്രയാസത്തോടെ നിൽക്കുന്ന ദൈവജനങ്ങളുടെ ഇടയിൽ, അനേകം വ്യക്തികളുടെ ഇടയിൽ നല്ല ആരോഗ്യത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു ഭാഗ്യം നൽകിയത് ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങൾ ഓർത്താ താങ്കൾ പലപ്പോഴും ഭാരപ്പെടുന്നേ. ഇന്ന് അനുഭവിക്കുന്ന ചില പരാജയങ്ങൾ ഓർത്താ, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നേ. നമ്മളൊന്ന് ഹോസ്പിറ്റൽ ഒന്ന് പോയി നോക്കിക്കേ. സ്തോത്രം, ഹല്ലേലൂയ. RCC പോലെയുള്ള പല ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ, വെല്ലൂരിലുള്ളതായ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കറിയാം, RCC ഹോസ്പിറ്റലിനകത്ത് പ്രിയ ജനിച്ച കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, ഹല്ലേലൂയ, ഒത്തിരി ഉയർന്നു നിൽക്കുന്ന സാമ്പത്തികത്തിലും അതുപോലെ കുടുംബത്തിലും ഉന്നതിയിലും ശ്രേഷ്ഠരൊക്കെയുള്ള ആൾക്കാർ അതിനെ നിൽക്കുമ്പോൾ, കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന ഭാഗ്യം എത്രയോ മനോഹരമാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തോട് പറയണം, അപ്പാ, ഇന്നൊരു ദിവസം എഴുന്നേൽക്കാൻ തന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്ന പേരെത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്ന പേരെത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. ഞാൻ ഒന്നാമത്തെ ഭാഗം പറഞ്ഞത്, ഈ ലോകത്തിൽ അനേകം പേർ കഷ്ടത അനുഭവിക്കുമ്പോൾ, എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, നമ്മളെക്കാൾ സമ്പത്തിന്റെ കുറവ് കൊണ്ടല്ല, നമ്മളെക്കാളും നല്ല കുടുംബത്തിൽ ജനിക്കാത്തത് കൊണ്ടല്ല, അവർ പലവിധമാകുന്ന കഷ്ടത നമ്മെ പോലെ സമപ്രായക്കാർ, യൗവനക്കാർ, യുവതികൾ, കുഞ്ഞുകുട്ടികൾ പലരും ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യണം. രണ്ടാമത്തെ കർത്തവ്യം മറന്നു പോകരുത്. അതിനോടൊപ്പം ഇങ്ങനെ കഷ്ടതയിലായിരിക്കുന്ന നമ്മെ പോലെ ആരാധിക്കേണ്ടവർ, നമ്മെ പോലെ സ്തുതിക്കേണ്ട കുഞ്ഞുങ്ങൾ, നമ്മെ പോലെ മാതാപിതാക്കളോടൊപ്പം ജീവിക്കേണ്ട കുഞ്ഞുങ്ങൾ ഇന്ന് പലരും ഹോസ്പിറ്റലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ ദൈവം ആക്കി വെച്ച് ചില അപ്പോയിന്റ്മെന്റ് ഉണ്ട്. എന്നാന്നറിയാമോ? ചില വ്യക്തികളെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവരാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ഒരു വിഷയം മനസ്സിലായി? ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കഷ്ടതയിലായിരിക്കുന്ന അവരെ കുറിച്ചുള്ള നമുക്കൊരു ദൗത്യമുണ്ട്. എന്നാന്നറിയാമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി ജാഗരിക്കുവാൻ, ദൈവാത്മാവിന് മുമ്പിൽ നിന്നാൽ മാത്രമേ ദൈവം നമ്മോട് സംസാരിക്കത്തുള്ളൂ.
ചില രാത്രികളിൽ ഉറങ്ങുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കും, ഇന്ന മകളെ ഓർത്ത് പ്രാർത്ഥിക്ക്, ഇന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്ക്. ആരും അറിയാതെ നിങ്ങൾ ദൈവസന്നി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നിങ്ങൾ നിൽക്കുന്ന ഏത് സ്റ്റേജിലായിക്കൊള്ളട്ടെ, ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണെന്ന് മനസ്സിലാക്കി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവസന്നിധി മനസ്സിലാക്കുമ്പോൾ, കർത്താവേ ഞാനൊന്നുമില്ലാത്തവനാണ്, ദൈവത്തിന്റെ കൃപയാണ് എന്നെ നിർത്തിയെന്നുള്ള ബോധ്യത നമ്മളെ തിരിച്ചറിയുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കഴിവല്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയൊന്നു മാത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന കാര്യം ഇസ്രായേൽ ജനത്തിന്റെ യഥാസ്ഥാനപ്പെടുത്തുവാൻ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 18-19 വാക്യം വായിച്ചേ. അത് ഇവിടെ ഇതുവരെയും നാം ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞ ഇസ്രായേൽ ജനത ദൈവസന്നിധി ഇരുന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഞാൻ ദൈവത്തിന് ഒത്തിരി അകന്നിരിക്കുന്നു. ആടുകളെപ്പോലെ, ഇടയനെപ്പോലെ ദൈവം യഹോവയെ ദൈവം ഇടയനായി പരിപാലിച്ച ഇസ്രായേൽ ജനത്തിന്റെ ആ സംരക്ഷണ വലയത്തിൽ നഷ്ടപ്പെട്ടു. പ്രവൃത്തിയിൽ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ജീവിത ആത്മീക നിലവാരം സൂക്ഷിക്കുവാൻ കഴിയാത്ത പ്രവൃത്തി ജീവിതം, ഇതൊക്കെ വന്നപ്പോൾ ദൈവത്തെ പോലും മറന്നുപോയി നാളുകളായി. പക്ഷെ ഇവിടെ പറയുന്നു, ദൈവസന്നിധി വന്നപ്പോൾ കർത്താവ് ഇതൊന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. ഭക്തനോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പോലെ നമുക്കിന്ന് പറയാം, കർത്താവ് എൻ്റെ ജീവിതത്തിൽ യഥാസ്ഥാനം വരണമേ. ഇത് മനുഷ്യരുടെ മുമ്പിൽ ഞാനൊരു ദൈവഭക്തനാണെന്ന് പറയാം, മനുഷ്യരുടെ മുമ്പിൽ താങ്കളൊരു ദൈവദാസൻ എന്ന് പറയാൻ പറ്റുമായിരിക്കാം, താങ്കളൊരു ദൈവഭക്തനാണെന്ന് പറയാം, വിശ്വാസിയാണെന്ന് പറയാം, ജനനം മുതലേ വിശ്വാസി എന്ന് പറയാം. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത്, ഇൻ ഫ്രണ്ട് ഓഫ് ഗാഡ് ഹൂ ആർ യു? താങ്കൾ ദൈവസന്നിധിയിൽ താങ്കൾ ആരാണ്? ദൈവം ആഗ്രഹിക്കുന്ന വിഷയം, കർത്താവേ എന്നെ ദൈവം ഒന്ന് യഥാസ്ഥാനം. ഒരു നിമിഷം കണ്ണുകൾ മൂടാം, നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. എല്ലാവരുടെ കണ്ണുകൾ മൂടി. ഇന്ന് പകൽക്കാലം വളരെ ശാന്തമായി ദൈവത്തിൻ്റെ വചനം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ജീവിതത്തിൽ അത് ദൈവത്തെ അറിഞ്ഞ സമയത്ത്, ദൈവത്തെ മനസ്സിലാക്കിയ സമയത്ത് പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം നമ്മൾ വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നു. നീ ചെയ്യുന്ന വഴി, നീ പോകുന്ന പ്രവൃത്തികൾ, ഹല്ലേലൂയ, പോകുന്ന വഴികൾ, നാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അത് നന്നായിരുന്നോ ഇല്ലായിരുന്നു പലപ്പോഴും ചിന്തിച്ച കാലഘട്ടമുണ്ടായി. എന്നാൽ ഇന്ന് ചിന്തിക്കുവാൻ കഴിയാതെ ദൈവസന്നിധി തകർന്നുപോയ അനുഭവമാണെങ്കിൽ ദൈവസന്നിധി വന്ന ആസാഫ് പറയുന്നു, ജീവിതത്തിൽ ഒത്തിരി നന്മകൾ അനുഭവിച്ചതാ, പക്ഷേ ഇപ്പോൾ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. അത് മനസ്സിലാക്കിയ ദൈവസന്നിധി വന്നതാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധി വന്ന് കർത്താവേ ദൈവത്തോട് ചോദിക്കുക, അപ്പാ ഞാൻ ദൈവസന്നിധിയിലാണോ? അപ്പാ മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ദൈവഭക്തനാണെന്ന് പറയുന്നു, ഒരു ദൈവവിശ്വാസിയാണെന്ന് പറയുന്നു. കർത്താവ് എന്നെ കാണുന്നുണ്ടോ? കർത്താവ് എന്നെ അറിയുന്നുണ്ടോ? കർത്താവ് നീ എന്നെ അറിയുന്നില്ല എങ്കിൽ എന്നെ അറിയുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തികൾ വിശുദ്ധമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ വാക്കുകൾ വിശുദ്ധമാകുവാൻ ആഗ്രഹിക്കുന്നു. ആത്മീക ഫലങ്ങളുള്ളവാകുവാൻ ആഗ്രഹിക്കുന്നു. ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. അല്പനേരം ദൈവവചനത്തിൽ ധ്യാനിക്കാൻ ദൈവമിടയാക്കിയല്ലോ. ഈ പ്രബോധനം ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ, അടിയൻ്റെ മേൽ ജീവിതത്തിൽ ഒരുപോലെ അനുഗ്രഹമായി ദൈവം സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം വരുത്തണം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടുന്ന ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളാകിയാൽ അതേ നിലവിലായി തിരുവാൻ സ്വർഗം സഹായിക്കണം. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ടവയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമാകുന്ന ഈ പകൽവേളയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ നല്ല ഒരു സങ്കീർത്തനം ഇന്ന് പകൽക്കാല കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.